ഇന്നത്തെ നമ്മുടെ റെസിപ്പി നല്ല ഹെൽത്തി ആയിട്ടുള്ള അതുപോലെ തന്നെ നല്ല വെറൈറ്റി ആയിട്ടുള്ള ഒരു പലഹാരമാണ്. ഇത് നമുക്ക് ഈവനിങ് സ്നാക്കായിട്ടും ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടൊക്കെ കഴിക്കാം. അതുപോലെ കുട്ടികൾക്ക് ടിഫിൻ ബോക്സിലൊക്കെ കൊടുത്തുവിടാൻ പറ്റിയ നല്ലൊരു റെസിപ്പി കൂടിയാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം. ഇതിനായിട്ട് ആദ്യം നമുക്ക് വേണം നെയ്യാണ്. നമുക്ക് ഈ ഒരു ബൗളിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് 1 കപ്പ് ഗോതമ്പ് പൊടി കൂടി ചേർത്ത് കൊടുക്കണം. ഇനി വേണ്ടുന്നത് ചവ്വരിയാണ്. ഞാനിപ്പോൾ ഇവിടെ 1/2 കപ്പ് ചവ്വരി ഒരു 4 മണിക്കൂറൊന്ന് കുതിർത്തെടുത്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം വെള്ളം കളഞ്ഞെടുത്തിട്ടുള്ള ചവ്വരിയാണ്. ഇനി 1/2 കപ്പ് തേങ്ങ ചിരകിയതും ചേർത്ത് കൊടുക്കാം. അതുപോലെ ഒരു 3/4 കപ്പ് ശർക്കര ചീകിയതൂടി ചേർത്ത് കൊടുക്കണം. ഇനി 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടിയും നട്ട്സൊക്കെ ഉണ്ടെങ്കിൽ അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഒരു നുള്ളു ഉപ്പും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഒരു 1/2 കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്ത് നമുക്കിതൊന്ന് കുഴച്ചെടുക്കണം. ഇടിയപ്പത്തിൻ്റെ ആ ഒരു പരുവത്തിനാണ് നമുക്കിതിവിടെ കുഴച്ചെടുക്കേണ്ടത്. ആവശ്യമെങ്കിൽ നമ്മളൊരു അല്പം വെള്ളം കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുത്താൽ മതി. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇതുപോലുള്ള റെസിപ്പികൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായം വീഡിയോയുടെ താഴെ കമൻറ്റായിട്ട് അറിയിക്കാനും മറക്കല്ലേ. അതുപോലെ തന്നെ നമ്മൾ എടുക്കുന്ന ശർക്കരയിൽ മണ്ണും പൊടിയൊക്കെ ഉണ്ടെങ്കിൽ ഒരല്പം വെള്ളത്തിൽ അരിച്ചിട്ട് വേണം നമ്മളിതിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ. ഇപ്പം നമ്മളിതിവിടെ ഇതുപോലെ ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടുന്നത് വാഴയിലയാണ്. ഞാനിപ്പോൾ വാഴയില ഒന്ന് വാട്ടി ഒന്ന് കീറി എടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ കൈ ഒന്ന് നനച്ചിട്ട് ഇതിൽ നിന്നും ചെറിയ ചെറിയ ബോൾസാക്കി എടുത്ത് നമുക്ക് ഈ വാഴയിലേക്ക് വെച്ചൊന്ന് പരത്തിയെടുക്കാം. കൈ വെള്ളത്തിലൊന്നും തൊട്ടൊന്ന് പരത്തിയെടുത്താൽ മതി, കയ്യിൽ ഒട്ടിപ്പിടിക്കുവാണെങ്കിൽ. ഇതുപോലെ നല്ല തിന്നായിട്ടൊന്ന് പരത്തിയെടുത്ത ശേഷം നമുക്കിതുപോലെ ഒന്ന് മടക്കി കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് റോൾ ചെയ്തെടുക്കണം. നമുക്ക് ഈ ഒരു സ്നാക്ക് ഏത് ഷേപ്പിൽ വേണമെങ്കിലും ചെയ്തെടുക്കാവുന്നതാണ്. ഇതുപോലെ ഒന്ന് മടക്കി 2 സൈഡും ഒന്ന് മടക്കി വെച്ച് കൊടുക്കാം. ബാക്കിയെല്ലാം നമുക്ക് ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കണം. എല്ലാം നമ്മളിപ്പോൾ ഇതുപോലെ ഒന്ന് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ആവിയിൽ വേവിച്ചെടുക്കുന്നതിനായിട്ട് ഈ ഒരു പാനിൽ വെള്ളം തിളയ്ക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. വെള്ളം തിളച്ചതിന് ശേഷം തീ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിത് ഓരോന്നായിട്ട് ഈ ഒരു തട്ടിന് മുകളിലേക്ക് ഇങ്ങനെ ഒന്ന് വെച്ച് കൊടുക്കാം. ഇനി ഇതൊരു 25 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ അടച്ചു വെച്ചൊന്ന് കുക്ക് ചെയ്തെടുക്കണം. ഇപ്പോൾ ഒരു 25 മിനിറ്റ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇത് ഇവിടെ നന്നായിട്ടൊന്ന് കുക്കായി വന്നിട്ടുണ്ട്. ഇതിൻ്റെ ചൂട് നന്നായിട്ട് മാറിയതിന് ശേഷം വേണം നമ്മളിതൊന്ന് തുറന്നെടുക്കാൻ. അങ്ങനെ ഗോതമ്പ് പൊടിയും ചവ്വരിയൊക്കെ വെച്ചിട്ട് വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാവുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ള പലഹാരം ഇവിടെ റെഡി ആയിട്ടുണ്ട്.